ഞാൻ ഡോക്ടർ ആയിരുന്നു, ഞാൻ ഓൺകോളജിസ്റ്റ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ റീലിൽ നമ്മൾ ക്യാൻസർ തെറാപ്പിയിൽ ഡയറ്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിനെ പറ്റി പൈപ്പാണ്. ഇപ്പം നമ്മുടെ കേരള ഫുഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, ഐഡിയലി നമ്മളൊരു ന്യൂട്രീഷനിസ്റ്റിനെ കാണിക്കുക, ഒരു ഡയറ്റീഷ്യനെ ഒക്കെ കാണിച്ചതിന് ശേഷം ഓരോരോ തരം ട്രീറ്റ്മെന്റ്, അതായത് കീമോതെറാപ്പിയാണ്, റേഡിയേഷൻ തെറാപ്പിയാണ്, സർജറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഡയറ്റ് മോഡിഫിക്കേഷൻസ് ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഓരോ പേഷ്യൻസിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് ചിലപ്പം ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചികിത്സിക്കുന്ന ഭാഗങ്ങൾ അനുസരിച്ച്, ഇപ്പം തല അല്ലെങ്കിൽ കഴുത്ത് ചികിത്സിക്കുന്നവർക്ക് പറ്റുന്ന ഡയറ്റ് തന്നെ ആയിരിക്കണമെന്നില്ല വേറെ. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ടെംപ്ലേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ ഈ വിശപ്പ് വരാൻ കാത്തിരിക്കേണ്ട. ചില സമയത്ത് നമുക്ക് ആപ്പറ്റൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് നോസിയ പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും ഫുഡ് കഴിക്കണം. അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നത്. ജനറൽ ടെംപ്ലേറ്റ് ആയിട്ട് ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റവിടെ 1-2 ബോയിൽഡ് എഗ്ഗ് കഴിക്കാം. അതിന്റെ കൂടെ തന്നെ നനച്ച് വെച്ച ആൾമണ്ട്, അതായത് ബദാം കഴിക്കാം. കൂടെ ഒരു ഗ്ലാസ് പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ റൊട്ടീൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം എത്തുമ്പം ഇഡലി ദോശ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ പോലെ ഇഡലി ദോശ വിത്ത് സാമ്പാർ അത് കഴിക്കാം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഫിഷോ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നവരാണ്, എഗ്ഗോ ചിക്കനൊക്കെ കഴിക്കുന്നതാണ്, അതിന്റെ കൂടെ കഴിക്കാം. പിന്നെ വരുന്നത് ലഞ്ചാണ് നമ്മുടെ മെയിൻ മീല്. അത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം പ്രോട്ടീൻ ആ മീലിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ദാൽ, അതായത് പരിപ്പ് വർഗ്ഗങ്ങള്, പിന്നെ പനീറൊക്കെ നല്ലോണം കഴിക്കുക. ഇപ്പൊ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിന്റെ കൂടെ, റൈസ് ആണെന്നുണ്ടെങ്കിൽ റൈസിന്റെ കൂടെ. നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ്, എഗ്, ചിക്കൻ അതൊക്കെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഒരു ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം നല്ലോണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജ്യൂസൊക്കെ അടിച്ച് ഷേക്കൊക്കെ അടിച്ച് കഴിക്കാം. അതായത് പാല് വിത്ത് പഴം, ബനാനയൊക്കെ ആയിട്ട് സ്മൂത്തി ആക്കാം. പിന്നെ പീനട്ട് ബട്ടർ സ്മൂത്തി ആക്കാം, അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ കഴിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വിശപ്പ് വരാൻ നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ ഇതിങ്ങനെ ഒരു റുട്ടീൻ എന്നുള്ള രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് നമുക്ക് സ്ട്രെങ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാൻസർ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രീറ്റ്മെന്റിന്റെ കറക്റ്റ് ഡോസിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നിങ്ങളെല്ലാവരും പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്നു, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു.